എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിൻ്റെ ചാപ്റ്റർ 9 ആണ് കാണാനായിട്ട് പോകുന്നത്. ഹൗ ടു യൂസ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് ഫോർ വെൽത്ത് എന്നാണ് ഇതിന് ഹെഡിങ് നൽകിയിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്നൊരു കാര്യം തന്നെയാണല്ലേ വെൽത്ത്. എങ്ങനെ നമുക്ക് പൈസ ലഭിക്കാനായിട്ട് എങ്ങനെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അതിൽ അദ്ദേഹം തുടങ്ങുന്നത് ആദ്യം തന്നെ പീപ്പിൾ വിത്ത് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് പറഞ്ഞാണ്. അധികം പൈസ ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുവരെ ആ ഒരു കൺവിൻസ് നടക്കാത്തതുകൊണ്ടാണ് അവരിപ്പോഴും ആ ഒരു പോവർട്ടിയിൽ ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായ വെൽത്ത് ഉണ്ടാക്കുന്നവർ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ തിരിച്ചറിഞ്ഞ് അതിനെ കൃത്യമായി ഉപയോഗിക്കുന്നവരാണെന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവില്ലേ, കേട്ടിട്ടുണ്ടാവും ഹാർഡ് വർക്കാണ് ഏറ്റവും വേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മളൊന്ന് വേർപ്പിൻ്റെ ആ ഒരു ഇത് അറിയണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ചെയ്താൽ മാത്രമാണ് വെൽത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ ചുറ്റും തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഫിസിക്കലി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ തുച്ഛമായ പൈസ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിത ചെലവിന് വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ചിലപ്പോൾ വളരാനായിട്ട് അതിനെ സഹായിക്കാൻ കഴിയില്ല ആ ഒരു കിട്ടുന്ന പൈസയ്ക്ക്, അല്ലേ? അതുപോലെ എപ്പോഴും നമ്മൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ എല്ലാവരും പറയുന്നത് വർക്ക് സ്മാർട്ട് എന്നാണ്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു ലവ് വാട്ട് യു ഡു എന്ന്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനവിടെ സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളുടെ പാഷന് പുറകെ പോവുക. അങ്ങനെ പോയവരെ മാത്രമേ ഈ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ പാഷൻ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് പോയവർക്കാണ് വെൽത്തിയും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ചിട്ട് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ ലവ് വാട്ട് യു ഡു എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് എടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഹൈ വൈബ്രേഷണൽ സ്റ്റേറ്റ് ആയ ഹാപ്പി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒക്കെ പോസിറ്റീവ് കാര്യങ്ങളെ വരുള്ളൂ. അപ്പോൾ ഈ വെൽത്തും കൂടെ പോകുന്നോളും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു എക്സിക്യൂട്ടീവ് ആള് ലോസ് ഏജൻസിൽ ഉള്ളതാണ്. അദ്ദേഹം ചെയ്യുന്നത് 9 മാസത്തോളം ക്രൂസ് ഷിപ്പിൽ വേൾഡ് വൈഡായിട്ട് യാത്ര പോവാണ് സ്ഥലങ്ങൾ കാണാനായിട്ട്. അദ്ദേഹത്തിന് ഒരു കൊല്ലം ലഭിക്കുന്നത് $75,000. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ലോക കാഴ്ചകൾ കണ്ടൊക്കെ ആസ്വദിക്കാനുള്ള സമയമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾ അദ്ദേഹം പറയാണ് അവർക്ക് ആഴ്ചയിൽ $100 കിട്ടുന്നത്. പക്ഷേ ബിസിനസ്സിനെ പറ്റി അല്ലെങ്കിൽ ആളേക്കാൾ സ്മാർട്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എന്താ അവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഞാൻ ഇത്രയും വേർത്താണ്, എനിക്ക് ഇത്രയും പൈസ കിട്ടാനുള്ള ഒരു അവകാശവും ഈ ഒരു ഭൂമിയിലുണ്ട് എന്ന് അദ്ദേഹം സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. മറ്റുള്ളവരാകട്ടെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് അദ്ദേഹം ചാപ്റ്ററിൽ പോകുമ്പോൾ നമുക്ക് കാണാം ഐ എം എ മില്യനെയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മില്യനെയർ ആവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ ആ ഒരു പറയുന്ന സെൻറ്റൻസ് കൊണ്ട് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ മൈൻഡ് സെറ്റിലേക്ക് നമുക്കൊരു ഡിഫറൻസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ എം എ മില്യനെയർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇത് വരുമല്ലോ. ഓക്കെ, മില്യനെയർ എപ്പോഴും നമ്മൾ ആ വാക്ക് കേൾക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മൈൻഡ് സെറ്റിന് കുറച്ച് ഡിഫറൻസ് വരുത്താൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾസ് ആണ്. പിന്നീട് അദ്ദേഹം പറയുന്നു ചില ആളുകൾ അവർക്ക് ആ ഇൻവിസിബിൾ സപ്പോർട്ട് ഉണ്ട് എന്നവർ വിശ്വസിക്കാത്ത ആളുകളാണ്. ഇൻവിസിബിൾ സപ്പോർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് വരും, അല്ലേ? ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പൊളിഞ്ഞാലും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഒരു ഇൻവിസിബിൾ സപ്പോർട്ട് നമുക്ക് ഉണ്ട് എന്ന് അറിയുമ്പോൾ അത് വളരെ ഒരു കോൺഫിഡൻസ് ആണ് തരിക. സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അവർ ചിലപ്പോൾ ആ ഒരു കാര്യത്തെ അവർ പുച്ഛിക്കുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങളെന്ന് ഒന്ന് പറഞ്ഞു നോക്കുക, നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറൊരു ഫ്രണ്ടിനോട് ചിലപ്പോൾ പറയുമ്പോൾ അവർ പറയും ഇതൊന്നും ഇല്ലാത്ത കേസാണ്, ഇതൊന്നും ലോകത്ത് സംഭവിക്കുന്നില്ല, ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. ആ ഇൻവിസിബിൾ മീൻസ് ഓഫ് സപ്പോർട്ട് അവർക്ക് ഉണ്ട് എന്ന് ചിലപ്പോൾ ആ അറിവ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അവരത് വിശ്വസിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? അവർ ആ മൈൻഡിൽ തന്നെ നിൽക്കുകയുള്ളൂ. പോവർട്ടി മൈൻഡാണ് ഉള്ളതെങ്കിൽ പോവർട്ടിയിലേക്കും, വെൽത്തി മൈൻഡാണ് ഉള്ളതെങ്കിൽ വെൽത്തിയിലേക്കും പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് നമ്മൾ ഐഡിയൽ മെത്തേഡ് ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ദിവസത്തിൽ 3-4 തവണ വെൽത്ത് സക്സസ് എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്നു വെൽത്ത് സക്സസ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഇപ്പം ഐ ആം വെൽത്തി എന്ന് പറയുന്നില്ല, ഐ ആം സക്സസ്ഫുൾ, ഐ ആം എന്നുള്ള വാക്കൊന്നും ചേർക്കുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ അദ്ദേഹം പറയാനാണ് കേട്ടോ. കാരണം അഫർമേഷൻസ് നമ്മൾ പലപ്പോഴും ഐ ആം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വെൽത്ത് സക്സസ് അങ്ങനെ പറഞ്ഞു തുടങ്ങുക. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കും, ഓക്കെ വെൽത്ത് സക്സസ് എന്തോ പറയുന്നുണ്ട് വൻ എന്നുള്ള രീതിയിലായിരിക്കും ആൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ വെൽത്ത് സക്സസ്, അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയുള്ള റിസോഴ്സസ് ഒക്കെ ആൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങും, എന്താണ് ഈ വെൽത്ത് സക്സസ് എന്നുള്ളത്. അങ്ങനെ പതുക്കെ കൺവിൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐ ആം വെൽത്തി അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, പിന്നീട് അദ്ദേഹം പറയുന്നു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ബാങ്ക് ആണ് എന്നുള്ളതാണ്. എന്താണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതായിരിക്കും മാഗ്നിഫൈ ചെയ്യുക, അതാണ് ഇരട്ടിക്കുക. ഇപ്പോൾ നിങ്ങൾ പോവർട്ടിയെ പറ്റിയുള്ള ഒരു ചിന്തയാണ് വയ്ക്കണമെന്ന് വിചാരിക്കുക, അപ്പോൾ എന്താണ് വരിക, പോവർട്ടി ആണ് അവിടെ എൻലാർജ് ചെയ്ത് വരിക. മറിച്ചും വെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ, അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക, വെൽത്ത്നെസ് അല്ലേ, ആ വെൽത്തി ആയിട്ടുള്ള കാര്യമാണ് വരിക, അതായിരിക്കും എൻലാർജ് ചെയ്ത് വരിക. അപ്പോൾ മോർണിംഗ് ഒക്കെ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബാങ്കിനെ എന്താ പറയുക വെൽത്ത്, ഹെൽത്ത്, ഫ്രീഡം, ഗൈഡൻസ് അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. ആ ഒരു ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഇതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നീട് വീണ്ടും അദ്ദേഹം അടുത്ത സബ്ജിലേക്ക് പോവാണ്. വൈ അഫർമേഷൻസ് ഫെയിൽ എന്നുള്ളതാണ്. വൈ അഫർമേഷൻസ് ഫെയിൽ, ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഫെയിലായി പോകുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് 35 വർഷമായിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുത്ത് ഒരുപാട് അഫർമേഷൻസ് പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും നടന്നില്ല, എന്താ പറയുക സംഗതികൾ വളരെ മോശമായിട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് ആ വ്യക്തി അപ്പം തന്നെ ഇദ്ദേഹത്തോട് പറയാണ്, കാരണം എനിക്കറിയാം ഇത് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നത് നുണയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പറയുക. ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് ആ ഒരു അഫർമേഷൻസ് ഇനി എത്ര തവണ ആവർത്തിച്ചാലും അതിലൊന്നും ഒരു കാര്യം വരില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാണ് ഞാൻ ഈ പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വലിക്കുകയോ ഇല്ല, ഒരിക്കലും അത് സക്സസ് ആവില്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അഫർമേഷൻസ് ഫെയിലായി പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കൂട്ടുകാരൻ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, എനിക്കറിയാം ഞാൻ ട്രൂ അല്ല പറയുന്നത്, അഫർമേഷൻസ് ഞാൻ പറയുമ്പോഴും എനിക്കറിയാം ഞാൻ ട്രൂ അല്ല പറയുന്നത് എന്നുള്ളത്. അപ്പോൾ തന്നെ അവിടെ അത് ക്ലോസ് ആയി. കാരണം സബ് കോൺഷ്യസ് മൈൻഡിനോട് ഇത് ഞാൻ നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അത് അല്ല ഞാൻ ഈ അഫർമേഷൻസ് സ്വീകരിച്ചോളാം എന്ന് പറയാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അങ്ങനെയല്ലല്ലോ, നമ്മുടെ ഒരു സേവകം മാത്രമാണ്. അപ്പം എന്തായിരിക്കും അവിടെ അവസ്ഥ, ആൾ ഓക്കെ ഇത് നുണ പറഞ്ഞാണോ ചെയ്യുന്നത്, ഓക്കെ അതുപോലെ തന്നെ നുണയായി തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു കമൻ്റാണ് ആൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ട്രൂ ഫീലിങ്സ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക. നമ്മൾ അഫർമേഷൻസ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഫീലിങ്സ് ഉണ്ടല്ലോ, ട്രൂ ഫീലിങ്സ്, അതാണ് എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക. അതുകൊണ്ട് നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഇമോഷൻസ് എന്തായിരിക്കണം ആ സമയത്ത് നമ്മുടെ ഫീലിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് വളരെ കൃത്യമായി പറയുന്നു. പിന്നെ അഫർമേഷൻസ് അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ്, ആ ഒരു കലഹം ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ബൈ ഡേ ആൻഡ് ബൈ നൈറ്റ് ഐ ആം ബീങ് പ്രോസ്പേർഡ് ഓഫ് ഓൾ മൈ ഇൻട്രസ്റ്റ്. എൻ്റെ എല്ലാ ഇൻട്രസ്റ്റുകളിലും ഞാൻ പ്രോസ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലും എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഐ ആം ഹെൽത്തി എന്ന് പറയുന്നില്ല, ഐ എം വെൽത്തി എന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യവും അവിടെ പറയുന്നത് ഈ ഒരു സെൻറ്റൻസ് മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സെൻറ്റൻസ് അല്ല പറയുന്നത്. ഈ ഒരു കാര്യം അദ്ദേഹം ഒരു ബിസിനസ്മാന് പറഞ്ഞു കൊടുക്കുകയും ആളുടെ ഒരു ബിസിനസ് വളരെയധികം ഫ്ലറിഷ് ചെയ്ത് നല്ല രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്യുകയും ചെയ്ത ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഒരു സെയിൽസ് മാനിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു അഫർമേഷൻ പറയണം, മൈ സെയിൽസ് ആർ ഇംപ്രൂവിങ് എവറി ഡേ എന്ന് പറയാണ്. അദ്ദേഹം അത് വളരെ നല്ല ഇമോഷൻ കൊടുത്ത് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിൽസ് ഇൻക്രീസ് ചെയ്താണ് വരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഓക്കെ, അതുപോലെ വൈ നോട്ട് ഹാപ്പൻ എന്നുള്ളതിന് മറ്റൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു, ഓക്കെ 10 മിനിറ്റ് നിങ്ങൾ അഫർമേഷൻസ് വളരെ വൃത്തിയായി പറഞ്ഞു, വളരെ ഇമോഷൻസ് നല്ല ഫീലിങ്സ് ഒക്കെ എടുത്ത് പറഞ്ഞു. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾ ആ ഫിയർ എന്ന ഒരു സംഭവം കൊടുക്കുക എന്ന് വിചാരിക്കുക. അയ്യോ ഞാൻ പറഞ്ഞ അഫർമേഷൻസ് ഇപ്പോൾ ഐ ആം വെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി എന്നൊക്കെ പറഞ്ഞ ഒരു അഫർമേഷൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ അയ്യോ വെൽത്തി ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ, അയ്യോ എനിക്കൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ
അപ്പോഴും കാര്യമില്ല. കാരണം ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു പേടി വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ സ്ട്രഗിൾ ചെയ്തിട്ട് അത് പറയാന്നുള്ളതാണ്. എന്നാലാണ് സ്ട്രഗിൾ മീൻസ് ആ ഒരു ഇൻറ്റൻസ് നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അഫർമേഷൻ വലിക്കുള്ളൂ. അല്ലാതെ 10 മിനിറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ബാക്കി റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ പേടിച്ചാണ് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇതാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്ലാന്റ്, ഒരു സീഡ് കുഴിച്ചിട്ടിട്ട് നമ്മൾ എപ്പോഴും ഡിഗ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഒരിക്കലും വളരില്ല. അതിനെ വളരാനുള്ള സമയം കൊടുക്കണം. അഫർമേഷൻസ് പറഞ്ഞിട്ട് നാളെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ചിലപ്പോൾ നടക്കുമായിരിക്കും, അതത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ എപ്പോഴും അഫർമേഷൻസ് പറയുമ്പോൾ നല്ല ഫീലിലിരിക്കുക, ത്രൂ ഔട്ട് അതിനെ വിശ്വസിക്കുക, ലെറ്റ് ഇറ്റ് ഗോ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിനെ വിടുക. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഇന്ന് കൂടുതൽ ചിന്തിക്കേണ്ട. അല്ലാതെ എനിക്കിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പിന്നീട് വരുന്നത് ട്രൂ സോഴ്സ് ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയാലും ഡോളർ റേറ്റ് കുറഞ്ഞാലും ഒക്കെ തന്നെ നിങ്ങളെ അത് ബാധിക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺവിൻസ് ചെയ്താൽ എന്തൊക്കെ ഈ ലോകത്ത് സംഭവിച്ചാലും ഞാൻ വെൽത്തി ആയിരിക്കും എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഈ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുന്നവർ നമ്മുടെ ഇടയിൽ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അങ്ങനെ വെക്കുന്നവരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ വെൽത്തി ആയിട്ടുള്ള ഒരാളുകളെ കാണുന്നത് ഉച്ചഭാവത്തോടെ ആയിരിക്കും. കാരണം അവരുടെ മനസ്സിൽ അവർക്കറിയാവുന്ന വഴി വെച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രണ്ടറ്റും കൂട്ടിമുട്ടിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ വെൽത്തി ആൾക്കാരെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവരെന്തോ നെഗറ്റീവ് മാർഗം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നായിരിക്കും. അങ്ങനെ ഒരു അസൂയോടും കുശുമ്പോടും കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഉള്ള കാര്യങ്ങളൂടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള വെൽത്തും കൂടെ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താവും, വീണ്ടും ഡൗൺ ആയിട്ടാണ് പോകുന്നത്. ആ ഒരു അസൂയ എന്ന് പറഞ്ഞാൽ ഇമോഷൻ നമ്മളെ വളരെയധികം ക്രിറ്റിക്കൽ കണ്ടീഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതിൽ അസൂയപ്പെടരുത്. പകരം അദ്ദേഹം പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ആ മറ്റുള്ളവരുടെ വെൽത്തിനെ ഒന്ന് സന്തോഷിക്കുക. ആളുടെ വെൽത്ത് എന്താ പറയുക, ആൾക്ക് വെൽത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങളും സന്തോഷിക്കുക എന്നുള്ളതാണ്. ബ്ലെസ് ഹിം വിത്ത് മോർ വെൽത്ത് ആൻഡ് മോർ ഹെൽത്ത് എന്ന് നമ്മൾ അവരെ ബ്ലെസ് ചെയ്യുക. ഓക്കെ, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കും ഓൾറെഡി അത് കൂടുതലായിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാപ്റ്ററിൽ അവസാനത്തേക്ക് വരികയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇനി ആ ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് രീതിയിലാണ്, ഇമ്മോറൽ രീതിയിലാണ് പൈസ ഉണ്ടാക്കണമെന്നുണ്ട് എന്ന് കണ്ടാൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നൺ ഓഫ് അവർ ബിസിനസ് അല്ലേ, നമ്മുടെ ബിസിനസ് അല്ല, അത് നമ്മുടെ കാര്യമല്ല, നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല. അവരവരുടെ വഴിക്ക് വിടുക. അവരുടെ ഐഡിയ ഓഫ് മൈൻഡ് വെച്ചിട്ട് അവർ ചെയ്യുന്നത് ആ ഒരു തിരിച്ചടി ആ മൈൻഡിന് കൊടുക്കും എന്നാണ് പറയുന്നത്. കാരണം എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കുറ്റബോധം വരൂലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ആ കുറ്റബോധം അവരെ ഏതെങ്കിലും ഒരു നിമിഷത്തിലേക്ക് തകർത്ത് കളയും. അപ്പം നിങ്ങളത് നിങ്ങളത് ബാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ബോധറാവണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് റിപ്പീറ്റ് ചെയ്യുക, വെൽത്ത് എന്ന് റിപ്പീറ്റ് ചെയ്യുക. ഒരു ലല്ലബി പോലെ, ഒരു താരാട്ട് പോലെ, ഒരു മന്ത്രം പോലെ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് പോവുക. അപ്പോൾ കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ല. വെൽത്ത് എന്ന് പറഞ്ഞ ഒരു വേർഡ് സബ് കോൺഷ്യസ് മൈൻഡ് പരിചയമായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പൈസ ലഭിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളും സ്ലീപ്പിലേക്ക് പോകുമ്പോൾ വെൽത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെൽത്ത് എന്ന് മന്ത്രിച്ചുകൊണ്ട് ഉറങ്ങാനായിട്ട് പോവുക. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 9 അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. 15 പോയിന്റ്സ് ഇതിൻ്റെ സമ്മറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വായിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ഇട്ട് വരാം. ദിസ് ഇസ് ജോഷി മനോൻ സൈനിങ് ഓഫ്.